ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അതായത് ലോഗരിതമിക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് dy/dx കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻസ് രണ്ടാണ്. ഒന്ന്, നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ തരുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ തരുന്ന ടേം കുറേ ടേംസിന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് കാണേണ്ട ടേമിന്റെ പവറിൽ u⁻x പവറിൽ എക്സും വൈയും അല്ലെങ്കിൽ x⁻log x പവറിലും വേരിയബിൾസ് വരുന്ന രീതിയിൽ വരിക. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് സാധാരണ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഈ സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ലോഗരിതത്തിന്റെ ചില റൂൾസ് നമ്മൾ അറിയണം. അപ്പൊ നിങ്ങൾ ഈ റൂൾസ് ഒന്ന് നല്ലോണം പഠിച്ചു വെക്കുക. ആദ്യത്തെ റൂള് log x⁻n ഈക്വൽ ടു n ഇൻറ്റു log x. ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ ഉപയോഗിക്കേണ്ടി വരും. ഇതിനൊക്കെ പ്രൂഫ് ഉണ്ട്, പക്ഷെ തൽക്കാലം അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അടുത്തത് log a ഇൻറ്റു b അല്ലെങ്കിൽ x ഇൻറ്റു y എന്തോ ആവട്ടെ. ദിസ് ഇസ് ഈക്വൽ ടു log a പ്ലസ് log b. രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റിന്റെ ലോഗ് എന്ന് പറഞ്ഞാൽ log ഓഫ് ആദ്യത്തെ ഫംഗ്ഷൻ പ്ലസ് log ഓഫ് രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ്. വേറൊന്ന് log a/b. ദിസ് ഇസ് ഈക്വൽ ടു log a മൈനസ് log b. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇനി നമ്മൾ പോകാൻ പോകുന്ന സെക്ഷനിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന റൂൾസ്. അപ്പൊ ഇത് ആദ്യമേ നമ്മൾ നല്ലോണം മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം എടുക്കാം. y ഈക്വൽ ടു x⁻sin x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/dx കാണുക. കണ്ടുപിടിക്കേണ്ടത് dy/dx എന്താണെന്ന്. അപ്പൊ ഇവിടെ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത നോക്കുക. ഒരു ടേം അതിന്റെ പവർ, ആ രീതിയിലാണ് ഫംഗ്ഷൻ. മാത്രമല്ല പവറിൽ വേരിയബിൾസ് വരുന്നുണ്ട്. പവറിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, താഴെയും ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു പാറ്റേൺ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷനിലെ രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുക log y ഈക്വൽ ടു log x⁻sin x. രണ്ട് സൈഡിലും ലോഗ് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് log y ഈക്വൽ ടു, ഇനി ഈ ടേം നോക്കാം. ഇത് ഏത് ഫോമിലാണ്? ഈ ഫോമിലാണ്. x⁻n ന്റെ സ്ഥാനത്ത് sin x. അപ്പൊ n log x എന്നുള്ള പോലെ ഇതിനെ എങ്ങനെ എഴുതാം? n ന്റെ സ്ഥാനത്ത് sin x ഇൻറ്റു log x. ഈ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ഈ സ്റ്റെപ്പിനെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് എഴുതിയത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ dy/dx ഓഫ് log y ഈക്വൽ ടു dy/dx ഓഫ്, ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നു. ഈ ഇക്വേഷന്റെ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dy/dx ഓഫ് sin x ഇൻറ്റു log x. നമ്മൾ ഈ ഇക്വേഷനെ മൊത്തത്തിൽ ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചു കഴിഞ്ഞു. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് log y? നമുക്കറിയാം dy/dx ഓഫ് log x എന്താണ്? 1/x. അതുപോലെ log yയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് y അല്ലേ, ഇൻറ്റു dy/dx ഈക്വൽ ടു, ഇനി ഈ സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യും? ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. sin x ആദ്യത്തേത്, log x രണ്ടാമത്തത്. അപ്പോൾ മുന്നത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? ഫസ്റ്റ് ഫംഗ്ഷൻ sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ log x ന്റെ ഡെറിവേറ്റീവ്, അതെന്താണ്? 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ sin x ന്റെ ഡെറിവേറ്റീവ്, അതെന്താണ്? cos x. ഇതിൽ നിന്നും dy/dx ഈക്വൽ ടു എഴുതാം. അപ്പൊ എന്ത് ചെയ്യണം? ഈ 1/yയുടെ y അങ്ങോട്ട് പോകണം. y ലെഫ്റ്റിലെ ഡിനോമിനേറ്ററിലാണ്. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ന്യൂമറേറ്ററിൽ വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആൻസർ? y ഇൻറ്റു yനെ ഇങ്ങോട്ട് കൊണ്ടുപോയി, ബാക്കി ഇവിടെ ഉള്ളതല്ലേ എഴുതാം. അപ്പൊ sin x ഇൻറ്റു 1/x നമുക്ക് sin x by x എഴുതാം, പ്ലസ്
log x into cos x. ഇനി ആൻസർ അവൻ ഇത്രേ ചെയ്യണ്ടു. എന്താണ് നമ്മുടെ y? x raised to sin x. അത് ഇവിടെ കൊടുക്കാം. So the answer is x raised to sin x, y ക്ക് പകരമുള്ള ടേം, into sin x by x plus log x into cos x. ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇതിൽ എക്സ്ട്രാ എന്താവുന്നത്? ലോഗരിതത്തിന്റെ റൂൾസ് അപ്ലൈ ചെയ്യണം. ഇക്വേഷന്റെ രണ്ട് സൈഡിലും ലോഗരിതം അപ്ലൈ ചെയ്യുക, ലോഗിന്റെ റൂൾസ് ഉപയോഗിക്കുക. ബാക്കിയുള്ളത് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ കേസിൽ ഇക്വേഷൻ ഒന്നിച്ച് തന്നാൽ അതിൽ നിന്ന് dy/dx കണ്ടില്ലേ, അതുപോലെയാണ് ബാക്കി സെക്ഷൻ പോകുന്നത്. ഞാൻ ഇതേപോലെ നമുക്ക് വേറൊന്ന് നോക്കാം. y equal to sin x whole raised to log x. sin x whole raised to log x. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ പവറിൽ വേറൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. സോ ഹിയർ ഓൾസോ നമുക്ക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡിലും ലോഗ് കൊടുത്താൽ log y equal to log of sin x raised to log x ആയി. ഇനി ഇത് log x raised to n പോലെയാണ്. So we can write log x raised to n as n log x. അപ്പോൾ ഇവിടെ എന്താ വരിക? log y is equal to n-ന്റെ സ്ഥാനത്ത് log x, n into എന്നുള്ളതിന് പകരം log x into. ഇനി എന്ത് വേണം? log x, ആ സ്ഥാനത്ത് log sin x. ഇവിടെ x-ന്റെ സ്ഥാനത്ത് sin x ആണ്. ഇനി ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് കൊടുക്കുക. അപ്പോൾ d/dx of log y equal to ഇവിടെ എന്ത് വരും? d/dx of log x into log sin x എന്നാണ്. ഇനി എങ്ങനെയാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എല്ലാം നേരത്തെ പോലെ തന്നെ log y-യുടെ ഡെറിവേറ്റീവ് 1/y into dy/dx. ഈ സൈഡിൽ ഇവിടെ നേരത്തെ പോലെ രണ്ട് ഫംഗ്ഷൻസ് ആണ്. log x ഫസ്റ്റ് ഫംഗ്ഷൻ, log sin x ഒന്നിച്ച് സെക്കൻഡ് ഫംഗ്ഷൻ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ നേരത്തെ പോലെ ഇവിടെയും പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. എങ്ങനെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുക? ഫസ്റ്റ് ഫംഗ്ഷൻ log x into ഡെറിവേറ്റീവ് ഓഫ് log sin x. അപ്പോൾ log sin x എന്ന് പറയുന്നത് log x-ന്റെ പോലെയാണ്. നമ്മുടെ മനസ്സിൽ log x-ന്റെ ഡെറിവേറ്റീവ് ആണ് ഉണ്ടാവേണ്ടത്. അത് 1/x ആണ്. പക്ഷെ ഇവിടെ x-ന്റെ സ്ഥാനത്ത് നമുക്ക് എന്താണ്? sin x. അപ്പോൾ log sin x-ന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ അതിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് 1/x-ന് പകരമുള്ള sin x ഇൻറ്റു x-ന്റെ സ്ഥാനത്ത് എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ sin x-ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. sin x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയത് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ആണ്. പ്ലസ് അടുത്തത് എന്താണ്? പ്രോഡക്റ്റ് റൂളില് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ദാറ്റ് ഈസ് log sin x, അതാണ് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ, ഇൻറ്റു log x-ന്റെ ഡെറിവേറ്റീവ്, അതെന്താണ്? 1/x. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി ഇതിൽ നിന്നും dy/dx എഴുതണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ y-നെ നേരത്തെ പോലെ ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ എന്ത് കിട്ടും ആൻസർ? y ഇൻറ്റു log x into cos x by sin x. cos x by sin x-നെ നമുക്ക് cot x എന്ന് എഴുതാം. അത് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതും കൂടെ എഴുതിയേക്കാം. പ്ലസ് log sin x into 1/x എന്നുള്ളതിന് പകരം by x എന്ന് എഴുതാം. ഇനി നേരത്തെ പോലെ എന്ത് ചെയ്താൽ മതി? y-ക്ക് പകരം നമ്മുടെ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ y ഞാൻ അവിടുന്ന് മായ്ക്കുന്നു. നിങ്ങളത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. എന്താണ് നമ്മുടെ y? sin x raised to log x. So our answer is sin x raised to log x into log x into cos x by sin x, or you can write this as cot x plus log sin x divided by x. ഇതാണ് നമ്മുടെ dy/dx. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കപ്പോഴാണ് ഒരു ഫംഗ്ഷൻ റേസ് ടു വേറൊരു ഫംഗ്ഷൻ വരുന്ന കേസിൽ. ഇപ്പോൾ ഈ രണ്ട് പ്രോബ്ലത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നത് ഈ ഒരു ലോഗിന്റെ റൂളാണ്. ഓക്കെ, ഇനി നമുക്ക്
ലോഗരിതമിക് ഡിഫറൻസിയേഷൻ തന്നെ വേറൊരു പാറ്റേണിലുള്ള ചില ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ചോദ്യം dy/dx കാണാൻ തന്നെയാണ്. സോ അടുത്ത് നമുക്ക് തരുന്നത് x raised to y equal to e raised to x minus y. അങ്ങനെയാണെങ്കിൽ what is dy/dx? അപ്പൊ ഇവിടെ ഇത് നിങ്ങൾ നോക്കുക, ഒരു ഫംഗ്ഷൻ റേസ് ടു വേറൊരു ഫംഗ്ഷൻ എന്നുള്ള ഫോമിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കണം. ഒന്നും നോക്കാനില്ല, എന്തെങ്കിലും ഒരു ടേമിന്റെ പവറിൽ എക്സോ വൈ ഒക്കെ വരികയാണെങ്കിൽ ഉടനെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചോളാം. സോ ഇതിന്റെ രണ്ട് സൈഡിൽ ഞാൻ ലോഗ് കൊടുക്കുകയാണ്. ലോഗ് എക്സ് റേസ് ടു വൈ ഈക്വൽ ടു ലോഗ് ഇ റേസ് ടു എക്സ് മൈനസ് വൈ നോ. ഇനി നേരത്തെ റിസൾട്ട് ലോഗ് എക്സ് റേസ് ടു എന്നുള്ള പോലെയല്ലേ ഇത്. അപ്പൊ ആ റിസൾട്ട് അപ്ലൈ ചെയ്താൽ y log x ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു log e നോ. ഇതിൽ ഉപയോഗിച്ചത് നേരത്തെ പറഞ്ഞ റിസൾട്ട് തന്നെ ലോഗ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ ലോഗ് എക്സ് എന്നുള്ള റിസൾട്ടാണ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഇതിലൊരു ടേം നമുക്ക് എഴുതാൻ പറ്റുന്നത് ലോഗ് ഇ. ലോഗ് ഇയുടെ വാല്യൂ 1 ആണ്. യു റിമെമ്പർ ദിസ്, ദ വാല്യൂ ഓഫ് ലോഗ് ഇ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇൻറ്റു 1 ആയില്ലേ ഇത്, അതുകൊണ്ട് തന്നെ ഇത് അവിടെ എഴുതണമെന്നില്ല, എക്സ് മൈനസ് വൈ എന്നായി. ഇനി നമുക്ക് ഇതിൽ നിന്നും എന്ത് വേണം, dy/dx കാണണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ y ഉള്ള രണ്ട് ടേം ഉണ്ട് അല്ലെ. നമുക്ക് ഈ വൈനെയും കൂടെ ഇങ്ങോട്ട് എടുത്തൂടെ. അപ്പൊ എന്താ കിട്ടുക, y log x പ്ലസ് വൈ ഈക്വൽ ടു എക്സ് എന്നായതാ. ഈ മൈനസ് വൈനെയും കൂടെ ഇങ്ങോട്ട് എടുത്തു. അപ്പൊ എന്തുണ്ടായി, y എന്നുള്ളത് ഈ രണ്ട് ടേമിലും പൊതുവായിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വേഷനെ നമുക്ക് y ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1, ഈ രണ്ട് ടേമിൽ നിന്നും y പുറത്തെടുത്തു, ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ y? നമുക്ക് എക്സ് ബൈ ലോഗ് എക്സ് പ്ലസ് 1 കിട്ടി. ഈ ഇക്വേഷനിൽ ലോഗ് എടുത്തു, ലോഗിന്റെ റൂൾസ് അപ്ലൈ ചെയ്തു. അപ്പൊ y വരുന്ന രണ്ട് ടേംസ് കണ്ടു, അതിൽ നിന്നും y പൊതുവായിട്ട് പുറത്തെടുത്തു. അപ്പൊ y ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ y ഈക്വൽ ടു എന്ന് എഴുതി. ഇനി നമുക്ക് ഈ വൈയുടെ ഡെറിവേറ്റീവ് എഴുതണം. അപ്പോൾ ഈ ഫംഗ്ഷൻ നോക്കുക, ഇത് ഏത് ഫോർമുല, ഒരു ടേം ഡിവൈഡഡ് ബൈ വേറൊരു ടേം, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്നുള്ള ഫോം. അപ്പൊ എങ്ങനെയാണ് dy/dx കാണുക, ഇതിന്റെ ഡെറിവേറ്റീവ് കാണണമെങ്കിൽ നമ്മൾ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ വാട്ട് ഈസ് കോഷ്യന്റ് റൂൾ? കോഷ്യന്റ് റൂൾ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ ആണ്. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡിനോമിനേറ്ററിൽ നിന്ന് തുടങ്ങുന്നു. വാട്ട് ഈസ് ഡിനോമിനേറ്റർ? ലോഗ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സിന്റെ ഡെറിവേറ്റീവ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 മൈനസ് അടുത്തത് ന്യൂമറേറ്റർ ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, ഇതിന്റെ ഡെറിവേറ്റീവ്. പക്ഷെ ഇതിൽ രണ്ട് ടേം ഉണ്ട് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ടേമിന്റെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഡെറിവേറ്റീവ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 ആണ്. ചുരുക്കം പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ 1/x എഴുതും. ഇനി എന്താണത്? ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പൊ എന്താ കിട്ടുക നോക്കാം. dy/dx ഈക്വൽ ടു ഫസ്റ്റ് ടേമില് ലോഗ് എക്സ് പ്ലസ് 1 ഇൻറ്റു 1 ആയതുകൊണ്ട് അതവിടെ അത്രയേ ഉള്ളൂ, മൈനസ് ഇനി ഇത് എക്സ് ഇൻറ്റു 1/x അല്ലേ, 0 ആയതുകൊണ്ട് അതിന് എഫക്റ്റ് ഇല്ല. എക്സ് ഇൻറ്റു 1/x എക്സും എക്സും ക്യാൻസൽ ചെയ്യും, ബാക്കി അതിൽ 1 ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ന്യൂമറേറ്ററിൽ ഒരു പ്ലസ് 1 ഉണ്ട്, മൈനസ് 1 ഉണ്ട്. സോ അവർ ആൻസർ ഈസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഇതിലൊരു റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത് ലോഗ് ഇ ഈക്വൽ ടു 1 എന്നുള്ളൊരു റിസൾട്ട് ഈ സ്റ്റെപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്തു. അതാണ് അതിലൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ y ഈക്വൽ ടു എന്നുള്ള ഫോമിൽ എഴുതണം. അതിൽ നിന്നാണ് dy/dxന്റെ
റിസൾട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഈക്വൽ ടു വരുന്ന ടൈപ്പ് ഒരെണ്ണം കൂടെ ചെയ്യാം. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷനിൽ നിന്ന് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്ത് dy/dx കാണുന്ന ടൈപ്പ് ഒരു പ്രോബ്ലം കൂടെ. സോ തരുന്ന ഇക്വേഷൻ ഇതാണ്, y⁻x = x⁻y. dy/dx എന്താണെന്ന് കാണാം. ഇതൊക്കെ പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക്. സോ ഹിയർ ഓൾസോ നമുക്ക് ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പോൾ log y⁻x = log x⁻y എന്നാണ്. ഇനി നേരത്തെ പോലെ log x⁻n റിസൾട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? x log y = y log xi. ഇനി ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ d/dx ഓഫ് ലെഫ്റ്റ് സൈഡ് x into log y equal to d/dx ഓഫ് റൈറ്റ് സൈഡ് y into log x. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം. എന്താ കിട്ടാൻ നോക്കാം. ഫസ്റ്റ് ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y, എക്സിന്റെ സ്ഥാനത്ത് y ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ആണ് ഇപ്പോൾ എഴുതിയത്. അടുത്തത് സെക്കൻഡ് ഇൻറ്റു ലോഗ് y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അത് 1. അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞു. ഇനി ഈ സൈഡില് ഫസ്റ്റ് y ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് സെക്കൻഡ് ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അത് dy/dx. ഇനി ഇതിൽ നിന്നും dy/dx ഈക്വൽ ടു ആക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് dy/dx ഉള്ള ടേം ലെഫ്റ്റിൽ കൊണ്ടുവരാം. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തിട്ട് x/y എന്ന് എഴുതാം ഇൻറ്റു dy/dx. അപ്പോൾ ഈ ടേം എഴുതും. ഇനി dy/dx ഉള്ള ടേം ഇതാണ്. ഇതിനെ നമുക്ക് ഈ സൈഡിലേക്ക് ആക്കണം. അപ്പം എന്താ കിട്ടുക? മൈനസ് log x ഇൻറ്റു dy/dx ഈക്വൽ ടു, ഇനി dy/dx ഇല്ലാത്ത ടേംസ് എല്ലാം റൈറ്റ്. അപ്പോൾ ഓൾറെഡി അവിടെ ഉള്ള ഒരെണ്ണമുണ്ട് y/x, അത് അവിടെ തന്നെ എഴുതി. ഇനി ഇതിനെ അങ്ങോട്ട് എടുക്കണം, അത് പ്ലസ് log y ആണ്. അപ്പം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴോ മൈനസ് log y. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ആൻസർ എഴുതാം. എങ്ങനെ? ആദ്യം dy/dx പുറത്തെടുക്കണം. സോ dy/dxനെ പുറത്തേക്ക് എടുത്താൽ ഇതിൽ ബാക്കിയുള്ളത് x/y മൈനസ് ഇവിടെ ബാക്കിയുള്ളത് log x ഈക്വൽ ടു y/x മൈനസ് log y ആയില്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പില് dy/dx ഈക്വൽ ടു എന്ത് കിട്ടും? ആദ്യം റൈറ്റിലുള്ളത് എഴുതുക, y/x മൈനസ് log y ഡിവൈഡഡ് ബൈ, എന്താ ഡിവൈഡ് ബൈ എഴുതാനുള്ള കാരണം? ഇതിനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണ്ടേ. സോ ഡിവൈഡഡ് ബൈ x/y മൈനസ് log x. ഇങ്ങനെ നമുക്ക് ആൻസർ എഴുതാം. അതിനെ കുറച്ചും കൂടെ ചെറുതാക്കുക ചെയ്യാം, പറ്റുന്നവർ അത് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടെങ്കിലും നിർത്തിയാലും കുഴപ്പമില്ല. അപ്പൊ ഈ രീതിയിലാണ് ഇക്വേഷൻസ് തന്നാൽ അതിൽ നിന്ന് ലോഗരിതം ഉപയോഗിച്ച് dy/dx കാണുന്നത്. ഇനി നമുക്ക് സാധാരണ ഇതിൽ വരാനുള്ള ഒരു പാറ്റേണും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തരുന്ന ഫംഗ്ഷൻ രണ്ട് ടേമിന്റെ സമ്മായിട്ട് വരിക. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാം. y ഈക്വൽ ടു x⁻x പ്ലസ് log x ഹോൾ റേസ് ടു x. ഇതാണ് നമുക്ക് തരുന്നത്. ഇതിൽ നിന്ന് dy/dx കാണണം. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നേരത്തെ ഇതുപോലത്തെ ഒരു ടേമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യേണ്ട ടൈപ്പ് രണ്ട് ടേംസിന്റെ സമ്മാണ് നമുക്ക് y ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാണ് dy/dx കാണുന്നത്? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നാൽ നമ്മൾ ചെയ്യാം, x⁻xന് u എന്നൊരു പേര് കൊടുക്കുക, അതുപോലെ ഇതിന് v എന്നും പേര് കൊടുക്കുക. രണ്ട് ടേംസിൽ ഓരോന്നിന് ഒന്ന് u മറ്റത് v എന്ന് പേര് കൊടുത്തു. സോ y എന്തായി? ഇത് u ആണെങ്കിൽ what is y? u plus v എന്നായി. ഇത് v യും ഇത് u ഉം ആണെങ്കിൽ y is equal to u plus v എന്നായി. So what will be dy/dx? y equal to u plus v ആണെങ്കിൽ dy/dx എന്ന് പറയുന്നത് du/dx plus dv/dx ആണ്. ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലേ നമുക്കത് കിട്ടാം.
ഇതാണ് നമുക്ക് ആൻസറിലേക്ക് കിടക്കാനുള്ള വഴി. അതിനവിടെ മാർക്ക് ചെയ്ത് വെക്കണം. ഇനി നമ്മുടെ ആൻസർ ആവണമെങ്കിൽ എന്ത് വേണം? du/dx എന്താണെന്ന് കിട്ടണം. എവിടെ നിന്നാണ് du/dx കിട്ടുക? എന്താണ് നമ്മുടെ u എന്ന് പറയുന്നത് x⁻x ആണ്. ഇതിൽ നിന്നാണ് du/dx എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ചോദ്യമാണ്. ഒരു ടേമിൽ നമ്മൾ ആദ്യം ചെയ്തില്ലേ, അതുപോലത്തെ ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ രണ്ട് സൈഡിലും ലോഗ് കൊടുക്കുക. എന്താ കിട്ടുക? log u = log x⁻x. ഇവിടെ നമുക്ക് ലോഗിന്റെ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? log u = x × log x എന്നായി. ഇനി ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത് log x-ന്റെ പോലെയാണ്, പക്ഷെ x-ന്റെ സ്ഥാനത്ത് u ആണ്. അപ്പൊ log u-ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1/u × du/dx ഈ സൈഡിന്റെ ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് എഴുതണം. ഈ സൈഡിൽ രണ്ട് ടേം ഉണ്ട്, log x ഉണ്ട് x ഉണ്ട്. x ഫസ്റ്റ്, log x സെക്കൻഡ്. അപ്പൊ ഏത് റൂള്? പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് 1/x പ്ലസ് സെക്കൻഡ് ഇൻറ്റു log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. അവിടെ നമുക്ക് ആ എക്സിനെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ 1 + log x ആണ് ഇതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടുക. സോ ഇതിൽ നിന്നും du/dx എന്താണ് എഴുതാം? du/dx കിട്ടണമെങ്കിൽ യുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. u × 1 + log x ആണ്. ഇനി എന്ത് വേണം? u എന്താണെന്നുള്ളത് തിരിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിന്റെ അതേപോലെ. വാട്ട് ഈസ് u? u എന്ന് പറയുന്നത് x⁻x. സോ ദ ആൻസർ ഈസ് x⁻x × 1 + log x. ഇതാണ് du/dx. ഇതിന് നമ്മൾ ഒരു പേര് കൊടുക്കാം, ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. അപ്പോൾ du/dx-ന്റെ വില നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതേപോലെ എന്തും കൂടെ കിട്ടണം? dv/dx കൂടെ കിട്ടണം. അപ്പൊ എവിടുന്ന് തുടങ്ങണം? v എന്താണ്? അതിൽ നിന്ന് തുടങ്ങാം. എന്താണ് v എടുത്തത്? log x⁻x. അതിൽ ലോഗ് അപ്ലൈ ചെയ്യാം. അവിടെ പവറിൽ x വന്നിട്ടില്ലേ? അപ്പോൾ ഇത് മാത്രം അവിടെ നിൽക്കട്ടെ. ഇത് du/dx-ന്റെ റിസൾട്ടാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നോക്കാം. ലോഗ് അപ്ലൈ ചെയ്താൽ log v = log x⁻x കിട്ടും. രണ്ട് സൈഡിലും ലോഗ് കൊടുക്കാം. now ലോഗിന്റെ റൂൾ അപ്ലൈ ചെയ്യാം. log v = log x⁻n പോലെ. x-ന്റെ സ്ഥാനത്ത് ഇത്, n-ന്റെ സ്ഥാനത്ത് x. അപ്പൊ എന്താ കിട്ടുക? x × log x ആവും. now ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ log v-യുടെ ഡെറിവേറ്റീവ് 1/v dv/dx. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. സോ ഫസ്റ്റ് ഇൻറ്റു, now what is derivative of second? ഇത് log x-ന്റെ പാറ്റേൺ ആണ്. x-ന്റെ സ്ഥാനത്ത് log x അല്ലെ? അപ്പൊ ഡെറിവേറ്റീവ് തുടങ്ങുന്നത് 1/x-ന്റെ സ്ഥാനത്തുള്ള log x ഇൻറ്റു x-ന്റെ സ്ഥാനത്ത് എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ log x-ന്റെ ഡെറിവേറ്റീവ്. വാട്ട് ഈസ് ദാറ്റ്? 1/x. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ആയി പ്ലസ് സെക്കൻഡ് log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു 1. ഇവിടെയും നമുക്കൊരു എക്സ് ഒന്നാമത്തെ ടേമിൽ തമ്മിൽ കട്ട് ചെയ്യാം. ഇതിൽ നിന്നും യു ക്യാൻ റൈറ്റ് dv/dx. അപ്പോൾ വിനെ അങ്ങോട്ട് എടുക്കണം. v ഇൻറ്റു ഇവിടെ എത്ര വരിക? എക്സ് കട്ട് ചെയ്തു 1/log x. ഇതിൽ ബാക്കിയുള്ളത് പ്ലസ് log x. ഇനി എന്ത് വേണം? വിനെ റീപ്ലേസ് ചെയ്യണം. എന്തായിരുന്നു v? log x⁻x ഇൻറ്റു 1/log x പ്ലസ് log x. ഇതാണ് ഇക്വേഷൻ 3 എന്ന് കൊടുക്കുന്നു. അതിലെന്തുണ്ട്? dv/dx-ന്റെ വിലയുണ്ട്. അപ്പൊ du/dx കിട്ടി. അതേ പാറ്റേണിൽ രണ്ടാമത്തെ ടേമിനെ ചെയ്താൽ dv/dx കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ 1 കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി. ഇനി നമ്മൾ ഇക്വേഷൻ 1 പോവാം. ഇക്വേഷൻ 1 എന്തുണ്ട്? dy/dx എങ്ങനെ കിട്ടുന്നതാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ du/dx-ന്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇക്വേഷൻ 2-ലുണ്ട്. x⁻x ഇൻറ്റു
1 പ്ലസ് ലോഗ് എക്സ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് ഇനി ഡി വി ബൈ ഡി എക്സ്, അതെവിടെ ഉണ്ട്? ഇക്വേഷൻ 3 കിടക്കുന്നുണ്ട് അല്ലേ? അതെന്തായിരുന്നു? ലോഗ് എക്സ് ഹോൾ റേസ് ടു എക്സ് ഇൻറ്റു 1 ബൈ ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ്. ഇതാണ് ഇവിടെ നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് y എന്ന ഫംഗ്ഷൻ 2 ടേമിൻ്റെ സമ്മായിട്ട് തന്നു. അതിൽ ഓരോ ടേമിലും പവറിൽ വേരിയബിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? u ഈക്വൽ ടു ആദ്യത്തെ ടേമിന് കൊടുക്കുക, v ഈക്വൽ ടു രണ്ടാമത്തെ ടേമിന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു u പ്ലസ് v എന്നായി. സോ dy ബൈ ഡി എക്സ് കാണാൻ എന്ത് ചെയ്യണം? du ബൈ ഡി എക്സ് പ്ലസ് dv ബൈ ഡി എക്സ്. ഇതാണ് നമുക്ക് ആൻസറിലേക്ക് കടക്കാനുള്ള മാർഗം. ഇനി നമുക്ക് ഈ ഓരോ ടേമും കാണണം. ഓരോ ടേമും കാണാൻ എന്ത് ചെയ്തു? u ഈക്വൽ ടു എക്സ് റേസ് ടു എക്സിൽ നിന്ന് തുടങ്ങി ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്തു. അതിൽ നിന്ന് നമ്മൾ du ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. du ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. അടുത്തത് v ഈക്വൽ ടു ലോഗ് എക്സ് ഹോൾ റേസ് ടു എക്സിൽ നിന്ന് തുടങ്ങി അതിൽ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്തു. അതിൽ നിന്ന് dv ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ 2 എക്സ്പ്രഷൻ്റെയും വാല്യൂസ് ഇക്വേഷൻ 1 കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ആൻസർ ആക്കി മാറ്റിയത്. ക്ലിയർ ആണോ? നമുക്ക് ഇതേപോലത്തെ ഒരെണ്ണം കൂടെ കുറച്ച് സ്പീഡിൽ ഞാൻ പറയാം. 2 ടേമിൻ്റെ സം വരുന്ന ഒരെണ്ണം കൂടെ. സോ അടുത്തത് y is equal to log x whole raised to x plus x raised to log x. നമുക്ക് dy by dx കാണാം. ഇവിടെയും 2 ടേമിൻ്റെ സമ്മാണ്. അപ്പോൾ എന്ത് വേണം? let u equal to log x whole raised to x and v equal to x raised to log x. ഇതിന് u ഇതിന് v എന്ന് കൊടുത്തു. Then what is our y? u plus v എന്നായി. ഇത് u ഇത് v. Therefore what is dy by dx? It is du by dx plus dv by dx. ഇതിനെ 1 കൊടുത്തു. അതാണ് നമ്മുടെ ആൻസർ ആക്കി മാറ്റുക. ഇനി du by dx കാണണം. അതിനെന്ത് വേണം? u ഈക്വൽ ടു log x ഹോൾ റേസ് ടു എക്സിൽ നിന്ന് തുടങ്ങാം. അപ്പം എന്ത് കിട്ടും? log u ഈക്വൽ ടു x log x അല്ലേ? ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ എക്സ്പ്രഷനാണ്. നേരത്തെ v ആയിട്ട് വന്നത് ഇതേ ഫംഗ്ഷൻ ആയിരുന്നു, log x ഹോൾ റേസ് ടു എക്സ് ആയിരുന്നു. അപ്പം ഞാൻ തൽക്കാലം അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. du ബൈ ഡി എക്സ് ആയിട്ട് ഇവിടെ കിട്ടും. നമുക്ക് ഇതാണ്. ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എഴുതുന്നു. നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ പ്രൊസീജിയറാണ്, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? du ബൈ ഡി എക്സ് കിട്ടി. du ബൈ ഡി എക്സ് എന്ന് പറയുന്നത് നേരത്തെ ക്വസ്റ്റ്യനിലെ dv ബൈ ഡി എക്സ് ആണ്. ഓക്കെ, അതേ ടേം ആയതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്ക് dv ബൈ ഡി എക്സ് കാണാം. അപ്പൊ എന്താണ് v? അതിൽ നിന്ന് തുടങ്ങാം. എക്സ് റേസ് ടു ലോഗ് എക്സ്. ഇതിൽ ലോഗ് അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ലോഗ് v ഈക്വൽ ടു log x raised to log x ആണ് അല്ലേ? ഇത് log x raised to n പോലെ. സോ അതിൽ ലോഗിന്റെ റൂൾ അപ്ലൈ ചെയ്താൽ log v ഈക്വൽ ടു n-ന്റെ സ്ഥാനത്ത് log x ഇൻറ്റു log x. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ log vയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ബൈ v dv by dx. x-ന്റെ സ്ഥാനത്ത് v ആയതുകൊണ്ട്. ഇനി log x-ന്റെ ഡെറിവേറ്റീവ്, log x ഫസ്റ്റ് ഫംഗ്ഷൻ, log x സെക്കൻഡ് ഫംഗ്ഷൻ. സോ log x ഇൻറ്റു 1 by x സെക്കൻഡിന്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇത് 2 ടേമും സെയിം ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 2 ടൈംസ് log x by x. ഇത് a പ്ലസ് a ആണെങ്കിൽ നമ്മൾ 2a എന്ന് എഴുതില്ലേ? അതുപോലെ ഈ ടേമും സെയിം ആണ്. എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 2x എന്ന് എഴുതുന്ന പോലെയാണ് ഇത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് dv ബൈ ഡി എക്സ് ഈക്വൽ ടു v ഇൻറ്റു 2 log x ബൈ എക്സ് കിട്ടും. ഇനി vക്ക് എന്തായിരുന്നു നമ്മുടെ v? അതവിടെ കൊടുത്താൽ മതി. സോ എക്സ് റേസ് ടു log x
ഇൻറ്റു 2 log x by x. ഇതിനെ നമുക്ക് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. അവിടെ എന്ത് കിട്ടി? dv by dxന്റെ വിലയാണ് കിട്ടിയത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ 1ലേക്ക് പോവാം. എന്നിട്ട് അതിൽ ഈ പറഞ്ഞ du by dx ഉം dv by dx ഉം കൊടുക്കണം. Therefore 1 implies dy by dx equal to du by dx എന്താണ്? log x whole raised to x into 1 by log x plus log x. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേ ടേമാണ് വന്നിട്ടുള്ളത്. പ്ലസ് dv by dx ന്റെ സ്ഥാനത്ത് x raised to log x into 2 log x by x. ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഡയറക്റ്റ് ഇവിടുന്ന് ലോഗ് എടുക്കാൻ പറ്റില്ല. ഇത് u ഇത് v എന്ന് കൊടുത്ത് u ഈക്വൽ ടു മാത്രം ആദ്യം എടുത്ത് അതേ ലോഗ് അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് ലോഗ് എടുത്തിട്ട് ചെയ്യാൻ നമുക്കാവില്ല. ഒരു ടേമേ ഉള്ളൂ വെച്ചാൽ നമുക്ക് ചെയ്യാം. രണ്ട് സൈഡ് ലോഗ് എടുത്തിട്ട് ചെയ്യാം. രണ്ട് ടേമിൻ്റെ സമ്മാണെങ്കിൽ u v കൊടുത്ത് ഓരോന്നിനും ലോഗ് എടുത്ത് ഓരോന്നിൽ നിന്നും du by dx ഉം dv by dx ഉം കണ്ടുപിടിച്ച് അത് ആൻസറിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇത്രയുമാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷനുമായിട്ട് തൽക്കാലം മെൻഷൻ ചെയ്യാനുള്ളത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ലോണം ചെയ്തു പഠിക്കുക.